ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന കീടനാശിനി കലർന്ന അരവണ 95 ലക്ഷം രൂപയ്ക്ക് ശാസ്ത്രീയമായി നശിപ്പിക്കാനുള്ള പദ്ധതിയുമായി പത്തനംതിട്ട കുടശനാട് സ്വദേശി വി കിരൺ. അരവണ നീക്കം ചെയ്യുന്നതിനുള്ള ടെൻഡറിൽ കിരൺ പങ്കെടുത്തിരുന്നു. കേടായ അരവണ മത്സ്യകൃഷിയിൽ തീറ്റയായി നൽകാനും ടിന്നിലെ പേപ്പർ പൊടിച്ച് വളമാക്കി മാറ്റാനുമാണ് പദ്ധതി. തമിഴ്നാട്ടിലെ അംബാസമുദ്രം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പത്തനംതിട്ട കുടശനാട് സ്വദേശി വി കിരണിന് മത്സ്യകൃഷിയുണ്ട്. കുടശനാട്ടിലും മത്സ്യകൃഷി നടത്തുന്നു. ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന കീടനാശിനി കലർന്ന അരവണ നശിപ്പിക്കാനുള്ള ചുമതല ലഭിച്ചാൽ കേടായ അരവണ മത്സ്യകൃഷിയിൽ തീറ്റയായി ഉപയോഗിക്കാമെന്ന് വി കിരൺ പറയുന്നു. കുറച്ചെന്തെങ്കിലും കൊടുത്ത് ബാക്കി എവിടെയും കൊണ്ട് കുഴിച്ചിട്ട് ആ പണി കാണിക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഇത്. ഇതിനെ ഇവിടെ മീനിന് തീറ്റയാക്കുക. കുമരകം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ സയന്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ പത്മകുമാർ. അദ്ദേഹമായിട്ട് സംസാരിച്ച് പറഞ്ഞ് അതിന് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഈ പായസത്തെ ഇങ്ങോട്ട് മാറ്റാം, മീനുകൾക്ക് ആഹാരമാക്കാമെന്ന്. പക്ഷേ അത് കിട്ടുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. കിട്ടിയ ഇത് വലിയൊരു ഉപകാരമായിരുന്നു. അരവണ ടിന്നിലെ പേപ്പർ പൊടിച്ച് വളമാക്കി മാറ്റി പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ താൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന വയലുകളിൽ ഉപയോഗിക്കാമെന്നും കിരൺ പറയുന്നു. അരവണ ടിന്നിന്റെ മൂടി സ്ക്രാപ്പായി മാറ്റുകയും ചെയ്യാം. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ 2 ഇടത്തായിട്ട് ഒരു 30 ഏക്കർ മത്സ്യകൃഷി, തമിഴ്നാട് വേറെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ് പായസം, ആ പ്രസാദം. പിന്നെ അതിൻ്റെ കവർ നമുക്ക് 2 ജില്ലയിലായിട്ട് നമ്മുടെ ഒരു 350 ഏക്കർ നെൽകൃഷിയുണ്ട്. പേപ്പർ കവറിനെ ഒരു വളമാക്കി മാറ്റുക. പിന്നെ അതിൻ്റെ മണ്ടയ്ക്കത് തകിട് സ്ക്രാപ്പായിട്ട് കൊടുക്കും. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തവർക്കായിരിക്കും അരവണ നീക്കാനുള്ള ചുമതല ലഭിക്കുക. 6.65 കോടി രൂപയുടെ അരവണയാണ് ഉപയോഗശൂന്യമായി സന്നിധാനത്ത് പ്രത്യേകമായി സൂക്ഷിച്ചിട്ടുള്ളത്. കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടും അരവണ നീക്കുന്നതിനുള്ള ചുമതല തനിക്ക് ലഭിച്ചില്ലെന്ന് വി കിരൺ ആരോപിക്കുന്നു. അരവണ നശിപ്പിക്കുന്നതിന് ഇനിയും ടെൻഡർ തുക താൻ കുറയ്ക്കാൻ തയ്യാറാണെന്നും വി കിരൺ പറയുന്നു. അരവണ നശിപ്പിക്കുന്നതിന് ടെൻഡർ നൽകുന്നതിനുള്ള അന്തിമ തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടില്ല. റിപ്പോർട്ടർ, പത്തനംതിട്ട.